നിങ്ങൾ അപ്പോൾ പൊറോട്ട അടിക്കുന്നുണ്ടാകുമ്പോൾ നിങ്ങൾ തിരിച്ച് പൊറോട്ടൻ്റെ റെസിപ്പി എന്നല്ലേ അല്ല എന്നാൽ പിന്നെ ഞാൻ നേരം വെളുക്കോളൂടെ പൊറോട്ട അടിക്കുന്നേ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷനില്ല അടപടലം ഞാൻ മാറ്റിക്കൊണ്ടില്ലേ. ഇന്നത്തെ ഒരു ബ്ലോഗ് തുടങ്ങുകയാണ് ഇവിടെ. അപ്പോൾ ഇല്ലേ ഇന്നില്ലേ ഇടയില്ലേ നല്ലൊരു ബട്ടർ ചിക്കൻ്റെ കറീൻ്റെ റെസിപ്പി ഞാൻ തരാൻ വേണ്ടി വന്നതോ. കുറേ നാളായി ഞാനിതിങ്ങനെ ഫേവറേറ്റ്സിൽ വെച്ചിട്ടോ ആക്കണം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ച് കുറച്ച് ചിക്കൻ കണ്ടിട്ടാകുമ്പോൾ ഇന്ന് എന്തായാലും ആക്കാമെന്ന് അങ്ങനെ ആക്കിയൊരു റെസിപ്പിയോ ഇത്. ആദ്യം തന്നെ ഇല്ലേ ക്ലീൻ ആക്കിയ ചിക്കനിലേക്കില്ലേ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഗരം മസാല, ഒരു സ്പൂണ് തൈര്, ഒരു ഗരം മസാല ഇട്ടിട്ടില്ല ഒരു 30 മിനിറ്റില്ല റെസ്റ്റ് ചെയ്യാൻ വെക്കാവോ. 30 മിനിറ്റിന് ശേഷം ഇല്ലേ ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് പൊരിച്ചിട്ടെടുക്കുക. ഇതില്ലേ നല്ല ക്രീമി ആയിട്ടുണ്ടായില്ലേ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി. ഒരു ഭാഗം വെന്ത ശേഷം ഇല്ലേ ചിക്കന് ഒരു ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാവോ. അത് പൊരിഞ്ഞ ശേഷം അത് മാറ്റി വെച്ചിട്ടില്ലേ വേറൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി വഴന്ന ശേഷം ഇല്ലേ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ക്യാഷ്യൂ ഇട്ട് കൊടുത്തിട്ടില്ലേ അതിന് പാങ്ങ് വഴറ്റിയെടുക്കാവോ. അത് കുറച്ച് വന്ന ശേഷം ഇല്ലേ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനില്ലേ കുറച്ച് ക്യാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടില്ല കുറച്ച് തിളപ്പിച്ചിട്ടെടുക്കുന്നവോ. എന്നിട്ട് ചൂടാറിയ ശേഷം ഇല്ല അരച്ച ബാറ്ററി ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടില്ല. അത് തിളക്കുമ്പോൾ ഇല്ല ആ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ടില്ല കുറച്ച് ഫ്രഷ് ക്രീം, എന്നിട്ടായിട്ട് കുറച്ച് കെച്ചപ്പും കൂടി ഇട്ടിട്ടില്ലേ മല്ലിച്ചപ്പ് ഇട്ടിട്ടില്ല 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇട്ട് റെഡി ആയിനോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ട്രൈ ആക്കിയിട്ടില്ല കമൻറ്റ് ഇടണം. അപ്പോൾ ഓക്കെ ബൈ, ഫോളോ ആക്കണേ.